കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി. എല്ലാ മലയാളികൾക്കും എൻ്റെയും സാഗ ടിവിയുടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. മലയാളികൾ ലോകത്തിൻ്റെ ഏതു കോണിലായാലും വിഷു ആഘോഷിക്കാറുണ്ട്. കണിയൊക്കെ വെച്ച് എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കി സദ്യ കഴിക്കാനുള്ള തിരക്കിലും അതുപോലെ വിഷു ഒരുക്കാനുള്ള തിരക്കിലും വിഷു കൈനീട്ടം വാങ്ങിക്കാനുള്ള തിരക്കിലായിരിക്കുമെന്ന് എനിക്കറിയാം. അതിലേക്കുള്ള കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെ അടിപൊളിയായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. നാളെ വിഷു ആണ്. അപ്പം കേരളത്തിലകത്തും പുറത്തുമുള്ള എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കാനുള്ള തിരക്കിലാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ അടിപൊളിയായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കൃഷ്ണനെ വിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറുവശത്ത് നാളെ കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും അതുപോലെ പച്ചക്കറികളൊക്കെ തകൃതിയായിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. ജനങ്ങൾ തിങ്ങി കൂടുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവരും നാളത്തെ വിഷു ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തിരക്കിലാണ്. നമുക്ക് ചുറ്റും ഈ കച്ചവടങ്ങൾ പൊടിപൊടിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ആൾക്കാരിൽ നിന്നുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്, നാളെ ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ വിഷു ഒരുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. കച്ചവടം കുഴപ്പമില്ല. എന്താണ് ഈ കൃഷ്ണനെയൊക്കെ നിർത്തി ഇങ്ങനെ വെച്ചേക്കുന്നൊരു കാഴ്ച കാണാൻ പറ്റുന്നത്? നാളത്തെ വിഷുവിന് കണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ? അങ്ങനെയല്ല, സ്പെഷ്യലായിട്ട് വിഷു ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു വെറൈറ്റിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. എല്ലാ വർഷവും വിഷുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൃഷ്ണന്മാരെ ഒരുക്കി ഇവിടെ നിർത്തുന്ന പതിവുണ്ടോ? വെക്കാറുണ്ട്. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? എല്ലാ കൊല്ലത്തേക്കായും കൂടുതലുണ്ട്. ഈ വർഷം 150 രൂപ മുതലൊക്കെ. ഇതായി 150 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന് 150 രൂപയാണ്. നിങ്ങൾക്ക് എങ്ങനെയാ ഇതിന്റെ മൂല്യം? നിങ്ങൾ എങ്ങനെയാ ഇത് എവിടെ നിന്നാണ്? പുറത്തുനിന്ന് വരുന്ന സാധനമാണോ അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? തമിഴ്നാട്, പാലക്കാട് അങ്ങനെ ആ ഏരിയ എന്നൊക്കെ വരുന്നതാണ്. അവിടെ നിന്ന് വരുന്നത്. വളരെ കുറവാണ്. കച്ചവടം വളരെ കുറവാണ്. അതെന്ത് പറ്റി? പക്ഷേ ഇവിടെ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്. ഇപ്പോഴാണ് തിരക്ക് വന്നത്. വൈകുന്നേരം നേരത്തെ എപ്പോഴും സാധാരണ വണ്ടികളുടെ ബ്ലോക്ക് ഈ തിരക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ശൂന്യമാണ്. കച്ചവടം കുറവാണ്. അത് മാത്രമല്ല, ജനങ്ങൾക്ക് പണി വേണ്ട, തൊഴിലില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് തൊഴിലില്ലായ്മ? ഇത് വിഷു മാത്രമല്ല, ഇപ്പോൾ 5 മാസം 6 മാസം ഇതേ അവസ്ഥ തുടങ്ങി. അടിപൊളിയായിരുന്നു. എന്താണ്, എവിടെ നിന്നായിരുന്നു വരുന്നത്? എങ്ങനെയായിരുന്നു ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു? 40 രൂപ ഇതിന് സെറ്റിന് 40 രൂപ വെച്ച്. അടിപൊളിയായിട്ട് കച്ചവടം കിട്ടിയോ? സാധനം തീർന്നു പോയെന്ന് തോന്നുന്നുണ്ട്. ഇനി കൊണ്ടുവരുന്നുണ്ടോ? നോക്കണേ. എന്തായിരുന്നു പേരെന്തായിരുന്നു? എന്ത് ചെയ്യുന്നു അശ്വിൻ? ഞാൻ +2 കഴിഞ്ഞിരിക്കുന്നു. ഈ +2 കഴിഞ്ഞ ഒരാള് ഇങ്ങനെ ഒരു കച്ചവടമായിട്ട് എന്താ വന്നേ? വെറുതെ എല്ലാവരും ടൈം പാസ് അല്ലേ. ടൈം പാസിന് വന്നതാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? കച്ചവടം തെറ്റില്ല, ഉഷാറായിട്ട് നടക്കുന്നുണ്ടോ? ഇപ്രാവശ്യം എങ്ങനെ ചൂടായതുകൊണ്ട് തിരക്ക് കുറവാണോ? ചൂടായതുകൊണ്ട് തിരക്ക് കുറവാണ്. ആൾക്കാർക്ക് സാമ്പത്തികത്തിന് തിരക്ക് കുറവുണ്ട്. സാമ്പത്തിക കുറവുണ്ട് ആൾക്കാർക്ക്. എല്ലാവരും കച്ചവടം നടക്കുന്നുണ്ട് എന്നാലും അത്യാവശ്യം? കച്ചവടം അത്യാവശ്യത്തിന് കഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ 300 പറഞ്ഞു അല്ലേ? ഓക്കെ, ശരി, അടിപൊളിയാണ്, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും എങ്ങനെയാണ്, കൂടുതലാണോ അതോ കുറവാണോ? കുഴപ്പമില്ല. കഴിഞ്ഞ തവണത്തെ ആയിട്ട് കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ പ്രാവശ്യം മോശമില്ല. കച്ചവടം നടക്കുന്നുണ്ട്. കച്ചവടം നടക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കാരണം എറണാകുളം മാർക്കറ്റിൽ എല്ലാവരും വരും. എല്ലാ സാധനവും ലാവിഷായിട്ട് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഒരു തിരക്ക് കുറവുണ്ട് തോന്നുന്നുണ്ടല്ലോ? ഇല്ല, തിരക്ക് കുറവില്ല. അതായത് ഇപ്പോൾ ഈ നമ്മളുടെ വിഷുവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ എറണാകുളം മാർക്കറ്റിൽ വരണം.
മറ്റ് മാളുകളിലെല്ലാം പോയാൽ എല്ലാ ഐറ്റവും കിട്ടിയെന്ന് വരില്ല. ചില ഐറ്റംസ് ഒന്നും വിചാരിക്കുന്ന ഐറ്റം ഇഷ്ടപ്പെട്ട ഐറ്റം ഒന്നും ഉണ്ടായെന്ന് വരില്ല. ഇവിടെ നിന്ന് എല്ലാ ഐറ്റവും വാങ്ങി പോവാം. എങ്ങനെയാണ്, വില കൂടുതലാണോ അതോ താരതമ്യേന കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ? മീഡിയം റേറ്റാണ്, ഓവർ വില ഒന്നുമില്ല. മീഡിയം റേറ്റാണ് ഒക്കെ. നല്ല ഇടപാടാണ് ഇന്നത്തെ. നല്ല കച്ചവടം നടക്കുന്നുണ്ട്. സാധാരണഗതിയെ സംബന്ധിച്ച് ഇന്ന് കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. ഒരു 5-5:30-6 മണിയാകുമ്പോൾ നല്ല തിരക്കാവും. പിന്നെ ഭയങ്കര തിരക്കാവും 6 മണിയാകുമ്പോഴേക്കും. ചൂടാണെങ്കിലും കച്ചവടം കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. പിന്നെ കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടിൻ്റെ ആ ഒരു പ്രശ്നമില്ല. അത് ജനങ്ങളൊക്കെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സാധനം തീർന്നു. ഇപ്പോൾ ഇത് നിറച്ച് പഴക്കൊലകളായിരുന്നു, എല്ലാം തീർന്നു. തിരക്ക് കുറവാണ്. പിന്നെ വെയിലായതുകൊണ്ട് ഭയങ്കര ഇതായിരിക്കും. ഉച്ചക്കൊന്നും ആരും ഉണ്ടാവാറില്ല, അങ്ങനെ അധികം ഉണ്ടാവാറില്ല. ഇപ്പോഴാണ് ഇത്തിരി തിരക്ക് വന്നോളൂ. വൈകിട്ടാണ് ഇപ്പൊ തിരക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് പൊതുവെ എല്ലാ വർഷത്തെയും പോലെയുള്ള തിരക്കൊന്നും ഇല്ലേ ഈ വർഷം? അതിന്റെ ഒരു കാരണം എന്തായിരിക്കും? പണ്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു, ഇപ്പൊ റെസ്റ്റ് ഒക്കെ എടുത്താ. പണ്ട് ഒട്ടും നിൽക്കാൻ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. ഇപ്പൊ കുറവാ തിരക്ക്. പോരാത്തിന് നല്ല വെയിലുണ്ട്. ഉച്ചക്കൊന്നും ആരും കടയുടെ ഫ്രണ്ടിൽ കൂടി പോകില്ല. വൈപ്പിൻ കണിയൊരുക്കാനായിട്ടുള്ള ഐറ്റംസ് തുടങ്ങിയിട്ടുണ്ടോ? പർച്ചേസ് ഒക്കെ തുടങ്ങണേ. അതെന്ത് ലേറ്റ് ആയത്? വൈകുന്നേരം ഓഫീസിൽ ഇറങ്ങാനുള്ള സമയം വൈകിയോണ്ടാണ്. ഓ അങ്ങനെ. അപ്പം ഇനിയിപ്പം തുടങ്ങിയോ? പർച്ചേസ് തുടങ്ങിയോ? അതായത് കുമ്പളങ്ങിയിൽ തുടങ്ങിയിട്ട് മത്തങ്ങ വെള്ളരിയിൽ തുടങ്ങിയിട്ട് വീട്ടിലേക്കുള്ള സദ്യക്കുള്ള ഐറ്റംസ് വരെ വാങ്ങിക്കണം. വന്നേ ഉള്ളൂ. സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നേ ഉള്ളൂ. എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ടോ കണി കാണാനായിട്ടുള്ള? ഇല്ല, വന്നതേ ഉള്ളൂ. ഇപ്പൊ കണിവെള്ളരി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് തുടങ്ങണം. കണിവെള്ളരി തുടങ്ങി സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും പോകാനായിട്ട് രാത്രിയാവും. എന്നിട്ട് ചൂടൊക്കെ ഏതുണ്ടാണോ വൈകുന്നേരത്ത് ഇറങ്ങാന്ന് വെച്ചാൽ? ആണല്ലേ. എവിടെ സ്ഥലമാണ്? എന്റെ വീട് അരൂരാണ്. ഓക്കെ. അപ്പൊ മാർക്കറ്റിൽ വന്ന് എല്ലാം ഫുൾ പർച്ചേസ് കഴിഞ്ഞിട്ട് രാത്രിയാവും പോകുമ്പോഴത്തേക്ക്. ഓക്കെ. എങ്ങനെയുണ്ട് വിഷുവൊക്കെ? നന്നായിട്ട് വീട്ടിലേക്ക് എല്ലാവരും കാത്തിരിക്കുമായിരിക്കും. അരൂര് തന്നെയാണ്. കേരളത്തിൽ നിൽക്കാൻ പറ്റാത്തത്ര ചൂടാണ്. എന്നാൽ പോലും ചൂടിനെ ഒന്നും വകവയ്ക്കാതെ തന്നെ കച്ചവടക്കാരും അത് തന്നെ കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളും തിങ്ങി പാർത്തുകൊണ്ടിരിക്കുന്നൊരു, അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇവിടെ എത്ര വിലയായാലും ഒരു ചെറിയ പൂവിന് പോലും വളരെ വില കൊടുത്ത് 40-50 വളരെ വില കൊടുത്താണ് ഇപ്പം ജനങ്ങൾ കേരളീയർ മേടിച്ചുകൊണ്ട് പോകുന്നത് നാളെ കണി ഒരുക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷമായ ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എത്ര ചൂടിനെയും അതിക്രമിച്ച് നാളെ കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം കേരളീയർ തിങ്ങി തെക്കും തിരക്കും കൂട്ടുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് സാഗ ടിവിക്ക് വേണ്ടി കാർത്തിക.